തീർച്ചയായും അങ്ങേയറ്റം ദുഃഖകരമായ ഒരു അന്തരീക്ഷം തന്നെയാണ്. നമുക്കറിയാം, ഈ അർജുൻ കാണാതായ ശേഷം ആദ്യ ദിവസങ്ങളിൽ ഒരു പ്രതീക്ഷയാണ് ഈ കുടുംബത്തിനുണ്ടായിരുന്നത്. കാരണം വളരെ അത്ഭുതകരമായ ഒരു തിരിച്ചുവരവിൻ്റെ കഥ പറയാൻ അർജുൻ ഉണ്ടാവും എന്ന ഒരു കണക്കൂട്ടൽ തന്നെ ഉണ്ടായിരുന്നു. മാധ്യമങ്ങളടക്കം അവിടെ തമ്പടിക്കുകയും ആദ്യഘട്ട തെരച്ചിലൊക്കെ വളരെ വിശദമായി നടത്തുകയും ചെയ്തു. അന്നും ഒരു പ്രതീക്ഷയുടെ കണം ബാക്കിയുള്ള രീതിയിൽ തന്നെയായിരുന്നു ഈ കുടുംബത്തിൻ്റെ പ്രതികരണം. എന്നാൽ അതിനുശേഷം ദിവസങ്ങൾ കഴിയും തോറും ഒരു മിഷൻ ഇമ്പോസിബിൾ അല്ലെങ്കിൽ ഒരിക്കലും നടക്കാത്ത ഒരു ദൗത്യം എന്ന രീതിയിലേക്ക് പോലും തോന്നിക്കുന്ന ഒരു ഘട്ടത്തിൽ നിന്നുമാണ് വീണ്ടും ഈ മിഷൻ ഉയർത്തെഴുന്നേൽക്കുന്നതും ഈ കുടുംബം കോടതിയെ സമീപിക്കുന്നതും ശക്തമായി ഈ തെരച്ചിൽ വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നതും. മറുവശത്ത് പലതരത്തിലുള്ള കാര്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. കാരണം വലിയ ആ പ്രദേശത്തെ ഒന്നടങ്കം എടുത്തുകൊണ്ടുപോകുന്ന രീതിയിലുള്ളൊരു മലവെള്ളപ്പാച്ചിൽ അല്ലെങ്കിൽ മണ്ണിടിച്ചിലാണ് ഉണ്ടായത്. ആ ഗംഗാവാലി പുഴയിലെ ഒഴുക്ക് പലപ്പോഴും പ്രവചിക്കാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു. സാധാരണ പുഴകളിലുള്ളതിൻ്റെ 5-10 ഇരട്ടിയായിരുന്നു പലപ്പോഴും ജലപ്രവാഹം. ഒപ്പം എപ്പോഴും മഴ പെയ്യുന്ന ഒരു സ്ഥലമായി മാറുന്ന ഇടമായിരുന്നു ഗംഗാവാലി പുഴയോരം. അതുകൊണ്ട് പല സമയത്തും റെഡ് അലേർട്ടുകൾ പ്രഖ്യാപിക്കുമ്പോൾ കനത്ത മഴയ്ക്കുള്ള മുന്നറിയിപ്പുകൾ ഉണ്ടാകുമ്പോൾ ആ മൃതശരീരം കണ്ടെടുക്കാൻ പോലും കഴിയില്ല എന്ന രീതിയിലൊക്കെയുള്ള തരത്തിലുള്ള കണക്കൂട്ടുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. പക്ഷേ അപ്പോഴും ആ കുടുംബം ഒരു തീരുമാനം വേണം, അല്ലെങ്കിൽ തങ്ങളുടെ മകനെ അല്ലെങ്കിൽ തങ്ങളുടെ സഹോദരന് സംസ്കാരം നടത്തി മതപരമായ ചടങ്ങുകൾ പൂർത്തിയാക്കി ഒരു നല്ല യാത്രയപ്പ് കൊടുക്കാനേലും കുടുംബത്തിന് കഴിയണം എന്ന രീതിയിലൊക്കെയാണ് പലപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും ആ തെരച്ചിലുകൾക്ക് ഇന്ന് ഒരു ഫലം കണ്ടെത്തിയിരിക്കുന്നു. ഇവരുടെ കാത്തിരിപ്പിനൊരു അവസാനം വന്നിരിക്കുന്നു എന്നത് തന്നെയാണ് ഇന്നത്തെ ദിനത്തെ ഏറ്റവും ഈ കുടുംബത്തിന് ഒരു തരത്തിൽ ഒരു ചെറിയ ആശ്വാസത്തിന്റെ കണിക നൽകുന്നത്. ഈ കുടുംബത്തോടൊന്നും ഇപ്പോൾ പ്രതികരണം എന്ന രീതിയിൽ ചോദിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ 2 മാസമായി ഈ കുടുംബവുമായി വളരെ അടുത്തിടപഴകുന്ന ആളുകളാണ് നമ്മളടക്കമുള്ള ആളുകൾ. നമ്മുടെ ഒരു വീട്ടിലൊരാൾക്ക് ഒരു പ്രശ്നം വന്നാൽ നമ്മൾ എങ്ങനെ കരുതും എന്ന രീതിയിൽ പോലെ തന്നെയാണ് ഈ കുടുംബത്തോടുള്ള നമ്മുടെ ഒരു മനോഭാവം, അല്ലെങ്കിൽ ആ കുടുംബവും നമ്മളോട് ആ രീതിയിൽ തന്നെയാണ്. കാരണം എല്ലായ്പ്പോഴും മാധ്യമങ്ങളോട് അങ്ങേയറ്റം സൗഹാർദ്ദപരമായ സ്നേഹപരമായ ഒരു ഇടപെടലാണ് ആ കുടുംബം പുലർത്തിയിരുന്നത്. കാരണം മാധ്യമ ജാഗ്രതയും പൊതുസമൂഹത്തിൻ്റെ ഒരു ഇടപെടലുമൊക്കെയാണ് പലപ്പോഴും ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു മിഷൻ എന്നതിനപ്പുറം ഇപ്പോൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരിക്കുന്ന ഒരു മിഷനിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. അതുകൊണ്ട് പ്രാഥമിക വിവരങ്ങളാണ് ഇപ്പോൾ ശിരൂരിൽ നിന്നും ഈ കുടുംബത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ജിതിനടക്കമുള്ള അവിടുത്തെ ആളുകൾ ഇപ്പോൾ അവിടെയുണ്ട്. അമ്മയും അഞ്ചും അടക്കമുള്ള ആളുകൾ ഈ വീട്ടിലുണ്ട്. ഇങ്ങോട്ട് ബന്ധുക്കളൊക്കെ പലയിടത്തു നിന്നായി എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. കുറച്ച് ആളുകളൊക്കെ ഇതിനകം തന്നെ ആ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പലരും ഒരു പ്രവൃത്തി ദിനമായതുകൊണ്ട് തന്നെ പലരും ജോലിക്ക് പോയവരുണ്ട്, പുറത്ത് പോയവരുണ്ടൊക്കെ. അവരൊക്കെ എത്തുന്ന മുറയ്ക്കാണ് ആളുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നതിലും ഒരു ചെറിയ ആശ്വാസം എന്ന് പറയാൻ കഴിയുന്ന ഒരു വാർത്തയാണ് ഇന്ന് ഈ കുടുംബത്തെ തേടിയെത്തിയിരിക്കുന്നത്. കാരണം വലിയ ദുഃഖമാണ് അവർക്കുണ്ടായത്, വലിയ ഒരു നഷ്ടമാണ് അവർക്കുണ്ടായത്. ആ ദുഃഖത്തിൻ്റെ ഒരു വേദന തന്നെയാണ് നമുക്ക് ഈ പുറത്തു നിന്ന് നോക്കുമ്പോൾ വീട്ടിൽ കാണാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയത്തിനകം മറ്റാളുകളൊക്കെ ഇവിടേക്ക് വരും. നമുക്കറിയാം, കഴിഞ്ഞ 1-2 മാസമായി കേരളത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരുന്നു ഈ കുടുംബത്തിനെ ആശ്വസിപ്പിക്കാനായി. വലിയ ഉരുൾപൊട്ടൽ പോലെയുള്ള വലിയ ദുരന്തങ്ങൾ വന്നപ്പോഴും അതിൻ്റെ ഇടയിലും ഈ കുടുംബത്തിനെ ആശ്വസിപ്പിക്കാനും ഒരു നേരം എല്ലാവരും കണ്ടെത്തിയിരുന്നു എന്നത് തന്നെയാണ് ഈ ഒരു ജീവനോടുള്ള മലയാളിയുടെ കരുതലെന്ന് നമുക്ക് പറയാൻ കഴിയുന്ന. അങ്ങനെ രാഷ്ട്രീയ ഭേദമന്യേ, ജാതിമത ഭേദമന്യൊക്കെ ആളുകൾ ഈ വീട്ടിൽ വന്ന് ഈ കുടുംബത്തിന് ആശ്വാസം നൽകി, ഒപ്പം ഈ ഭാര്യയ്ക്ക് ജോലി നൽകി, അങ്ങനെ പല രീതിയിലും ഈ കുടുംബത്തിന് കൈത്താങ്ങാകാൻ ഓരോരുത്തരും മുന്നോട്ട് വരികയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഇനി ഈ മൃതശരീരം തിരിച്ചറിയുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളുണ്ടാവും. അത് ശാസ്ത്രീയമായ പരിശോധനകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അതിന് ശേഷമാവും പോസ്റ്റ്മോർട്ടം നടപടികളുമൊക്കെ പൂർത്തിയായി മൃതദേഹം ഈ വീട്ടിലേക്ക് എത്തിക്കുക. എന്തായാലും അതിനുള്ള ഒരു പ്രാഥമിക തയ്യാറെടുപ്പുകൾ അയൽവാസികളും ബന്ധുക്കളും ഒക്കെ ചേർന്ന് വീട്ടിൽ നടത്തുന്നുണ്ട്. കുടുംബാംഗങ്ങൾ പൂർണ്ണമായും വീടിനകത്ത് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. മറ്റ് ആളുകൾ പുറത്തേക്ക് വരികയോ അല്ലെങ്കിൽ മറ്റ് ആരും ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടില്ല. 71 ദിവസമായുള്ള സങ്കട കാത്തിരിപ്പിലായിരുന്നു ആ കുടുംബം. അർജുൻ്റേത് എന്ന നിലയിൽ എന്തെങ്കിലും ശേഷിപ്പെങ്കിലും കണ്ടെത്താൻ പറ്റിയിരുന്നുവെങ്കിൽ എന്നായിരുന്നു ആ കുടുംബം ആഗ്രഹിച്ചിരുന്നത്. സൂചിപ്പിക്കുന്നത് പോലെ ഇത് സന്തോഷത്തിന്റെ നിമിഷമല്ല, ആശ്വാസത്തിന്റെ നിമിഷം എന്ന് മാത്രമാണ് പ്രേക്ഷകരോട് പറയാനുള്ളത്. ആ സങ്കട കാത്തിരിപ്പിനോടൊപ്പം
കേരളത്തിന്റെ പൊതുസമൂഹം ഒന്നടങ്കം ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് ഈ സങ്കടക്കാഴ്ച ഞങ്ങൾക്ക് ഇത്രയെങ്കിലും പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതായി വരുന്നത്. പല ദൃശ്യങ്ങളും ഞങ്ങൾക്ക് പങ്കുവെക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. എങ്കിലും ജൂലൈ 16 മുതൽ മലയാളികൾ ഒന്നടങ്കം അർജുൻ എന്ത് സംഭവിച്ചു എന്ന് അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അർജുൻ തിരികെ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവരാണ് നമ്മൾ. പ്രത്യേകിച്ച് ഭാരത് ബെൻസിന്റെ ലോറിയിലാണ് അർജുൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ വലിയ അപകടമുണ്ടായാൽ പോലും രക്ഷപ്പെടും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതായിരുന്നില്ല സാഹചര്യമെന്ന് പിന്നീട് മനസ്സിലാക്കുന്നു. ഗംഗാവാലി പുഴയിലേക്ക് തന്നെ അർജുന്റെ ലോറി പോയിട്ടുണ്ടാകാം എന്ന നിരീക്ഷണത്തിലേക്ക് എത്തുന്നു. പല സ്പോട്ടുകൾ അടയാളപ്പെടുത്തുന്നു. ഇടയ്ക്ക് അതിശക്തമായ കുത്തൊഴുക്ക് രക്ഷാദൗത്യത്തിനടക്കം വെല്ലുവിളിയാകുന്നു. അതിനുശേഷം കുടുംബം അർജുൻ ഇനി തിരികെ വരില്ല എന്ന് ഉറപ്പിച്ചിരുന്നു. ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുകയും ചെയ്തതാണ്. അതിനുശേഷം നിയമപരമായ പോരാട്ടം അടക്കം നടത്തുകയും ചെയ്തു അർജുന്റെ കുടുംബം. അങ്ങനെയാണ് മൂന്നാം ഘട്ട ദൗത്യം ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയിലേക്ക് എത്തിയത്. ആ പരിശോധനയിലാണ് അർജുൻ ഓടിച്ചിരുന്ന ഭാരത് ബെൻസിന്റെ ലോറി കണ്ടെത്തുന്നത്. ആ ലോറി തങ്ങളുടേത് എന്ന് ലോറി ഉടമ മനാഫ് സ്ഥിരീകരിച്ചു. അതിനുശേഷം പിന്നീട് അർജുന്റെ മൃതദേഹാവശിഷ്ടമെങ്കിലും ക്യാബിനുള്ളിൽ ഉണ്ടാകുമോ എന്നതായിരുന്നു സംശയം. ഒടുവിൽ അതും സ്ഥിരീകരിക്കുന്നു. അർജുന്റെ മൃതദേഹ ഭാഗങ്ങൾ നമുക്ക് ലോറിയിൽ കാണാൻ സാധിച്ചു. ക്യാബിനുള്ളിൽ ആണ് കാണാൻ സാധിച്ചത്. അതിപ്പോൾ ബോട്ടിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. 71 ദിവസം പഴക്കമുണ്ട്. അതുകൊണ്ട് തന്നെ ജീർണിച്ച അവസ്ഥയിലാണ്. പക്ഷേ ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ഒരു കായ ശരീരത്തിൻ്റെ രൂപത്തിൽ തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ തുടക്കത്തിൽ കാണാൻ സാധിച്ചത്. പക്ഷേ നമുക്കറിയാം 72 ദിവസം പഴക്കമുള്ള ഒരു മൃതദേഹത്തിൻ്റെ സാഹചര്യം. ആ ദൃശ്യങ്ങൾ നമുക്ക് പൂർണ്ണമായും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റാത്തതാണ്. ഒപ്പം മൃതദേഹ ഭാഗങ്ങൾ ബോട്ടിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ അർജുന്റെ കുടുംബാംഗങ്ങളുടെ DNA സാമ്പിളുകൾ അടക്കം ശേഖരിക്കുകയും എപ്പോഴാണോ മൃതദേഹ ഭാഗം ലഭിക്കുന്നത് അപ്പോഴെല്ലാം പരിശോധനകൾ നടത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണത്തിന് ചിലപ്പോൾ ദിവസങ്ങൾ എടുത്തേക്കാം. പക്ഷേ അർജുൻ്റേത് എന്ന കുടുംബാംഗങ്ങൾക്ക്, അർജുനോട് അടുത്ത ആളുകൾക്ക്, ബന്ധുക്കൾക്കൊക്കെ സ്ഥിരീകരിക്കാൻ പറ്റുന്നു. അർജുൻ ധരിച്ച വസ്ത്രത്തെക്കുറിച്ച് അവർക്ക് ധാരണയുണ്ട്. ഒരുപക്ഷെ ഈ മൃതദേഹ ഭാഗത്ത് തന്നെ മൃതദേഹാവശിഷ്ടങ്ങളിൽ മറ്റ് എന്തെങ്കിലുമൊക്കെ അർജുൻ്റേത് എന്ന് ഉറപ്പിക്കുന്ന ഭാഗങ്ങൾ കണ്ടെത്തുവാനുള്ള സാധ്യതയുണ്ട്.